സർ അത് പൊതുവാണ്. പ്ലീസ്. ദൈവമേ, ഇങ്ങോട്ടായിരുന്നു. അപ്പോ സാറിന് ഇതിനൊക്കെ വിശ്വാസമുണ്ട്. അത് ഏതായാലും നന്നായി. അല്ല, ഒരു വലിയ കാര്യത്തിൽ ഇറങ്ങുമ്പോ പട്ടേരിയുടെ അനുഗ്രഹവും ഉപദേശമൊക്കെ വാങ്ങിക്കുന്നത് നല്ലത് തന്നെ. ബഹു കേവല ആള്, അനുഭവം ഉണ്ട്. രാവിലെ മുതൽ എല്ലാവരും കാത്തിരിക്കാ. അച്ഛനെവിടെ? ചങ്ങരട്ട പെട്ടിയൊക്കെ നടത്താത്ത ഞാൻ ഉടനെ ഇറങ്ങും. വണ്ടി തിരിച്ചിട്ടുള്ളൂ. പട്ടേരിയുടെ മകനാണോ? അതെ, ആണായിട്ടും പെണ്ണായിട്ടും ഒരാളേ ഉള്ളൂ. ഭാഗ്യവാൻ. ഇതുപോലൊരു അച്ഛൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ DGP ആയതേ. എയർപോർട്ടിൽ നേരെ ഇങ്ങോട്ടാ വന്നേ. ഓഫീസിലേക്കും ചെല്ലട്ടെ. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ എത്തും. നല്ല മാമ്പഴ പുളിശ്ശേരിയും ഇടിച്ചക്ക തോരനും ഉണ്ടാക്കി വെച്ചേക്കണം. പറഞ്ഞത് രണ്ടും അടുപ്പത്തുണ്ടേ. നീ എന്താ ആഹാരം ഒന്നും കഴിക്കുന്നില്ലേ? പിന്നെ നീ വല്ല തടിച്ചിരിക്കുന്നേ? അല്ല ജോത്സരേ, എന്റെ സമയം ഇപ്പൊ എങ്ങനെയുണ്ട്? രക്ഷപ്പെടുവോ? ശത്രുദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നാവ് നന്നായിരുന്ന ഒരു ശത്രുവിനെ പേടിക്കണ്ട. പുറന്തോട്ടിക്ക് വാദോ. പട്ടേരിയുടെ മോൻ എവിടുത്താ ശത്രു? നമ്മുടെ ഓഫീസ് എവിടെ? ടൗണിൽ തന്നെയാണ് സാർ. അങ്ങനെ അച്ഛൻ തിരുമേനി കാരണം എനിക്കൊരു വലിയ കേസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിതിന് DYSP ആയി. അച്ഛനോടുള്ള എന്റെ കടപ്പാട് പറഞ്ഞാലൊന്നും തീരുകയില്ല. ഈ കേസിനെ കുറിച്ചും അദ്ദേഹം ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ സാറിന്റെ ഭാഗ്യം. ഇനി അച്ഛനും മകനും കൂടെ ഒന്നിച്ച് ചേർന്നാൽ പിന്നെ. ഗവൺമെന്റ് ഓഫിന്റെ ശമ്പളം കൊടുക്കുന്നത് പട്ടേരിക്കല്ലോ, ഞാനല്ലേ പൊതുവാളെ അത് രണ്ട് കൈ നീട്ട് വാങ്ങിക്കുന്നത്. സാറിപ്പോ ഓഫീസിലല്ലേ? Where is I? Where is I? Office of the Director Special Investigation Team. Investigation. TIGATION. അയ്യ എവിടെ? അയ്യ വേണ്ടേ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സർ. Remove the board. ഈ ഓഫീസിന് ബോർഡ് വേണ്ട. Come. This is Mr. Prasad. This is Mr. Peter. Mr. Pudwal. Hello. Where is Nirmala? She's there. Good morning, sir. Morning. Records എല്ലാം കിട്ടിയോ? കുറച്ചുകൂടി കിട്ടാനുണ്ട് സർ. Okay. എന്താണ് സർ? ഉഴുന്ന് പരിപ്പ് 2 കിലോ, തോരപ്പരിപ്പ് 2 കിലോ, വെളിച്ചെണ്ണ 1 കിലോ. സെക്ഷനുള്ളവർ ഫയലുകൾ തയ്യാറാക്കുന്നതിൽ അറിയാതെ. ഫയല്. നിങ്ങൾ എല്ലാവരും ഇവിടെ താമസിക്കുന്നത്? ഞാൻ ഗസ്റ്റ് ഹൗസിൽ. പ്രസാദും പീറ്ററും ഇവിടെ അടുത്തൊരു ലോഡ്ജിലാ. സർ, പിന്നെ വൺ മിസ്റ്റർ പൊതുവാളാണ് ലോക്കൽ അസിസ്റ്റൻസിന്. He is Mr. Pudwal. Okay, Mr. Pudwal. Tomorrow morning we will go to the police headquarters at 9 o'clock sharp. Sir. Until then you are free. Okay? Bye. Yes. Sir, ജോലി വൃത്തിയായിട്ട് നടക്കണമെങ്കിൽ ലോക്കൽ അസിസ്റ്റൻസിന് വല്ല സ്മാർട്ട് ചെറുപ്പക്കാരെയും വിട്ടു തരാൻ പറയണം സർ. He is too old for this kind of job. Just try with him. മോർണിംഗ്. എത്തിയോടോ തന്റെ ന്യൂഡൽഹിയിലെ സാറ്? അയാളൊക്കെ ഇവിടെ വന്ന് എന്ത് മലമറിക്കാനാ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം. ഞാനയാളുടെ ഓഫീസിൽ പോയിരുന്നു. എത്ര ലക്ഷം അവിടെ മുടക്കിയിരിക്കുന്നത്. സെൻട്രൽ AC യും എക്സിക്യൂട്ടീവ് ടേബിളും ചെയറും
വിനിഷ്യം ബ്ലൈൻഡും സെറാമിക് ടൈൽസും. ഇവിടെ ഇരിക്കുന്ന കസേരയുടെ തുണിയൊന്ന് കീറിയാ മാറ്റി കിട്ടാൻ ഹെഡ് ക്വാർട്ടേഴ്സിന് ചുറ്റും ശയന പ്രദർശനം ചെയ്യണം. പിന്നെ അവിടെ ഒരുത്തിയെ ഞാൻ കണ്ടു. അസിസ്റ്റന്റ് ആണത്ര. എന്ത് അസിസ്റ്റന്റ് ആർക്കറിയാം? താനാ പുതിയ ഡെപ്യൂട്ടിന്ന് കേട്ടു. അതെ. ഞാൻ പറഞ്ഞത് ഇരട്ടിയാക്കി താൻ അയാളോട് പറഞ്ഞാലും. അല്ല, താനൊക്കെ അങ്ങനെ പറയൂ. Excuse me. ഓ, സാറിന് മറ്റൊന്നും തോന്നരുത്. എന്തൊക്കെയോ പറഞ്ഞെന്നല്ലാതെ മനസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. അവരൊരു സാധു സ്ത്രീയാ. കേസ് അന്വേഷണത്തിൽ നിന്ന് അവരെ മാറ്റിയില്ലേ? ആർക്കാണെങ്കിലും വിഷം ഉണ്ടായിരിക്കും സാർ. തലപ്പള്ളി താലൂക്കിൽ എവിടെയാ പൊതുവാളുടെ വീട്? ചേലക്കരക്കടുത്ത്. സാറിന് എങ്ങനെ മനസ്സിലായി ഞാൻ ആ താലൂക്കുകാരനകത്ത്? അവിടെയുള്ളവർക്ക് വിനയവും ഇന്നസെൻസും ഒരു അല്പം കൂടുതൽ. ആ ശരി, വരുമ്പോ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ദാറ്റ് ഈസ് ഫൈൻ. ഓക്കെ. അന്ന് സ്ഫോടനം നടന്നതിന് മുമ്പ് ആരോ ഫോണിൽ വിളിച്ച് വാൺ ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. യെസ്. ശബ്ദം പുരുഷൻ്റെതായിരുന്നോ അതോ സ്ത്രീയുടെയോ? സോറി, ഒരു ഓർമ്മയും കിട്ടുന്നില്ല. ആ കോണിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഒരു മുന്നറിയിപ്പാണോ അതോ ഒരു വെല്ലുവിളിയോ? ശബ്ദം സ്ത്രീയുടേതായിരുന്നെങ്കിൽ ഐ ഡൗട്ട് ഇറ്റ്. ഒരു പ്രൊഫഷണൽ അസാസിൻ ഒരിക്കലും അങ്ങനെ ഒരു റിസ്ക് എടുക്കില്ല, പ്രത്യേകിച്ചും ഒരു ലേഡി കില്ലർ. പുരുഷ ശബ്ദമാണെങ്കിൽ അതാരായിരിക്കും? ഒരു പോസിബിലിറ്റി ഉള്ളത്, സപ്പോസ് 4 or 5 പേർ ചേർന്ന് ഒരാളെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നു. എന്തുകൊണ്ടോ അതിലൊരാൾക്ക് അതിനോട് വിയോജിപ്പുണ്ടായി. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അത് തുറന്നു പറയാനുള്ള ധൈര്യവും ഇല്ല. അങ്ങനെയുള്ള ഒരാൾ ഇതുപോലെ വാൺ ചെയ്തു വന്നിരിക്കാം, ഒരു നാശം ഒഴിവാക്കാൻ വേണ്ടി, ഇല്ലേ? സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അന്ന് നടന്ന സ്ഫോടനം ആദ്യത്തെ മർഡർ അറ്റംപ്റ്റ് തന്നെയാണോ? കാരണം അതിന് പിന്നിൽ അതിവിദഗ്ധമായ പ്ലാനിങ്ങും സൂക്ഷ്മതയുണ്ട്. ഐ സസ്പെക്ട് റിഹേഴ്സൽ. യു മീൻ എ ട്രൈ റൺ? യെസ്. മിസ്റ്റർ മാധവൻ പങ്കെടുത്ത എല്ലാ മീറ്റിംഗുകളുടെയും ഫോട്ടോഗ്രാഫ്സ് എനിക്ക് കിട്ടണം, പൊളിറ്റിക്കൽ ആൻഡ് നോൺ പൊളിറ്റിക്കൽ. സാർ. പബ്ലിക് റിലേഷൻസ് അന്വേഷിച്ചാൽ കിട്ടും. ഇലക്ഷൻ മീറ്റിംഗിന്റെ പത്രങ്ങളിൽ നിന്നും കിട്ടും. സാർ. ആ ലേഡി അസാസിനെ വാടകയ്ക്ക് എടുത്ത ആരായിരിക്കും? എനി സസ്പെക്ട്? അങ്ങനെ വ്യക്തമായി പറയാവുന്ന തെളിവുകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. പിന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ബൈ ഇലക്ഷനിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുമെന്ന്, അതുപോലെ കാശ് കൊടുത്ത് വോട്ടർമാരെ വശീകരിക്കാൻ ശ്രമിക്കുമെന്ന്. വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോലീസിന് അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതുപോലെ ആ കില്ലറെ തേടിയുള്ള അന്വേഷണത്തിലും ഒരു ഫലവും കണ്ടില്ല. ഹലോ, വെയിറ്റ് ചെയ്യുന്നുണ്ടോ? വരാൻ പറയും. സാർ അന്വേഷിച്ചെന്ന് പറഞ്ഞു. യെസ്. മീറ്റ് മിസ്റ്റർ ഭരത്, ഡയറക്ടർ SIT ന്യൂഡൽഹി. ഹലോ. മിസ് മീന നമ്പ്യാർ IPS. ഈ കേസ് ഇതുവരെ ഇവരാണ് അന്വേഷിച്ചത്. കേസിന്റെ ബിഗിനിങ്ങിൽ മാഡം കാണിച്ച ശുഷ്കാന്തിയും പ്രോഗ്രസും ഒക്കെ റിമാർക്കബിൾ ആയിരുന്നു. തുടർന്ന് എന്ത് കാരണം കൊണ്ടെന്നറിയില്ല അത് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല. But I'll never blame you. അത്ര പോലും എനിക്ക് കഴിയുമെന്നറിയില്ല. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കാം. ഒരു എയർ കണ്ടീഷൻഡ് ഓഫീസും ലക്ഷറി കംഫർട്ട്സും ഒന്നും ഞാൻ ആവശ്യപ്പെട്ടതല്ല. എനിക്കിതേ കെട്ടിടത്തിന്റെ ഏതെങ്കിലും കോണിച്ചുവിടാലും മതി, ധാരാളം. പിന്നെ തരാനുള്ള ബാക്കി റെക്കോർഡ്സും ആ കില്ലറുടെ ഫോട്ടോഗ്രാഫ്സും കിട്ടിയാൽ ഞാൻ എന്റെ മലമറിക്കൽ ആരംഭിക്കാം. ഇതെന്താ മലയും കാടും കോണിച്ചൂടും ഒക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സാർ, എനിക്കിത്തിരി ധൃതിയുണ്ട്. എന്ത് പറ്റി പൊതുവാളെ? എന്തിനായി സസ്പെൻസ്? സസ്പെൻസ് ഒന്നുമില്ല സാർ. കുറച്ചു മുമ്പ് ഇവിടെ ഒരു തമാശ നടന്നു, അത്രേ ഉള്ളൂ. മനുഷ്യനോരോ അബദ്ധം പറ്റുന്നതേ. ആ യൂസ്ലെസ് പൊതുവാളിന് മേഡത്തിന് നോക്കി ആ സമയത്ത് ഒന്ന് സൈറ്റ് അടിച്ചാൽ മതി. അതല്ല, അയാൾ ആരാണെന്ന് മേഡത്തിന് മനസ്സിലാവാൻ വേണ്ടി സൈറ്റ് അടിക്കുന്ന പോലെ. സർ, ആ, നമസ്കാരം. നമസ്കാരം. അന്ന് ബ്ലാസ്റ്റിൽ മരിച്ച DYSP ജോൺ സാറല്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യ മകളുവാ. കേസ് അന്വേഷിക്കാൻ വന്ന പുതിയ സാറാ. വരട്ടെ സാർ. ഓ,
സർവീസിലിരിക്കുമ്പോൾ കൊല്ലപ്പെട്ടത് കൊണ്ട് പകരം ഒരു ജോലി അവർ കിട്ടാൻ സാധ്യതയുണ്ട്. അതിന്റെ എന്തോ കാര്യത്തിനായി വന്നതാ. I was damned when he said it. ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന സ്ഫോടനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ എന്താണെന്നറിയോ? ഇത് എന്നോട് പറയുന്നതിലും ഭേദം തനിക്ക് പോയി തൂങ്ങി ചത്തൂടെയെന്ന്. കൂട്ടത്തിൽ മറ്റൊരു ഉപദേശം കൂടി, ഇവിടുത്തെ യൂണിഫോം ഇട്ട ശവങ്ങൾ പോയി ക്ഷൗരപ്പണി ചെയ്യാൻ. മിനിസ്റ്ററുടെ മുമ്പിൽ ഞാൻ ഉരുകയായിരുന്നു. തീരെ പ്രതീക്ഷിക്കാൻ ഒരക്ഷരം വേണ്ടി പോലും ഇല്ലാത്ത നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കും. സോറി മിസ്റ്റർ ഭരത്. ഇതല്ലാതെ മറ്റൊരു വാക്കും പറയാൻ എനിക്ക് കിട്ടുന്നില്ല. Don't be so nervous. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. I've seen worst in Delhi. സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്ന് പറഞ്ഞ് എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ബിക്കോസ് ഐ ആം ദി അഫക്റ്റഡ് പേഴ്സൺ. ഭരത്തിനറിയാമോ, സ്വയം കുറ്റം സമ്മതിച്ചാൽ പോലും ഒരു നിയമത്തിനും ശിക്ഷിക്കാൻ കഴിയാത്ത കുറ്റവാളിയാണ് ഞാൻ. ഇനി എനിക്കിത് വയ്യ. ഫോഴ്സിലെ ഏറ്റവും സമർത്ഥനായ ഓഫീസറായിരുന്നു DYSP ജോൺ, മൈ മോസ്റ്റ് ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ്. അവന് ഞാൻ കുരുതി കൊടുത്തു. അവസാന നിമിഷം ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അവൻ സ്റ്റേജിൽ CM-നോടൊപ്പം ഉണ്ടായത്. ആൻഡ് ദ റിസൾട്ട്, ഹി ഈസ് നോ മോർ. ഇപ്പോൾ ഈ അന്വേഷണ കാര്യത്തിൽ പല പേരുകളും ചർച്ചയിൽ വന്നപ്പോൾ നിങ്ങൾ തന്നെ വേണമെന്ന് നിർബന്ധിച്ചതും ഞാനാണ്. ചോരയും മാംസകഷ്ണങ്ങളും കബന്ധങ്ങളും കണ്ടു മടുത്തു. ഇനി ഒരു കുരുതി കൂടി വയ്യ. ദിസ് ഈസ് മൈ സിൻസിയർ റിക്വസ്റ്റ്. ദയവായി നിങ്ങൾ മടങ്ങിപ്പോണം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു കാരണം ഞാൻ കണ്ടുപിടിച്ചോളാം. പ്ലീസ്. I'm sorry, sir, that I did never expect such words from you, the most belligerent officer of the police hierarchy of the state. അസാമാന്യമായ ധൈര്യത്തിനും തന്റെ ഇടത്തിനും പേരുകെട്ട കേരള പോലീസിന് എന്ത് പറ്റി? ഗ്രിപ്പിംഗ് ഫിയർ, ശത്രുവിനെ കുറിച്ചുള്ള അകാരണമായ പേടി അല്ലേ? ഇതിലും തീവ്രമായ പരീക്ഷണങ്ങളിൽ പോലും പാറ പോലെ ഉറച്ചു നിൽക്കേണ്ട നിങ്ങൾ ആലില പോലെ വിറയ്ക്കുന്നത് കാണുമ്പോൾ ഐ ഫീൽ പിറ്റി, ആൻഡ് ഐ വോണ്ട് ഹെസിറ്റേറ്റ് ടു സേ ദാറ്റ്. ഇവിടെ പലർക്കും ഇതൊരു ശാപമായിരിക്കാം, പക്ഷേ എനിക്കിതൊരു അനുഗ്രഹമാണ്. യെസ്, ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്. എ വാർണിംഗ് ആൻഡ് എ ടിപ്പ്. എന്റെ കാർ ഈ കോമ്പൗണ്ടിനകത്ത് കയറി 23 മിനിറ്റിനകം അത് അറിയേണ്ടവർ അറിഞ്ഞു കഴിഞ്ഞു. പട്ടാപ്പകൽ പോലീസിന്റെ ഈ സർവാധികാര സ്ഥാനത്ത് ആ കാറിനകത്തവർക്ക് ബോംബ് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ മൾട്ടി സ്റ്റോറി ബിൽഡിംഗിൽ അവർക്ക് ഫീലേഴ്സ് ഉണ്ട്, മിത്രങ്ങളുണ്ട്. കൂടാതെ എനിമി സോ നിയർ, കയ്യെത്തും ദൂരത്ത് തന്നെ അവനുണ്ടായിരിക്കും. ദിസ് പീസ് ഓഫ് ഇൻഫർമേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു മീ. നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ പോലൊരു പകരക്കാരന്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല. Now, leave the headache to me and feel relaxed.